സർക്കാർ ആശുപത്രികളിലെ മെഡിക്കൽ ഉപകരണ വിതരണം വീണ്ടും പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. ഉപകരണങ്ങൾ നൽകിയ വകയിലുള്ള 159 കോടി രൂപയുടെ കുടിശ്ശിക ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് വിതരണക്കാർ ആരോഗ്യമന്ത്രിക്കും ആശുപത്രി മേധാവിമാർക്കും കത്ത് നൽകും. കുടിശ്ശിക കുത്തനെ ഉയർന്നത് വിതരണക്കാരെ സാരമായി ബാധിച്ചുവെന്ന് CDMN സംസ്ഥാന എക്സിക്യൂട്ടീവ് നിതീഷ് PK പറഞ്ഞു. നമുക്ക് പ്രതികരണം ഒന്ന് കേൾക്കാം. ആദ്യമായിട്ടാണ് നമുക്ക് ഏകദേശം 159 കോടിയോളം ഔട്ട്സ്റ്റാൻഡിങ് കാണുന്നത്. അത് കഴിഞ്ഞ മുൻ വർഷങ്ങൾ 2024 ജൂൺ വരെ ഏകദേശം 41 കോടി രൂപ പെൻഡിങ് ഉണ്ട്. കഴിഞ്ഞൊരു വർഷമാണ് 120 കോടി വരുന്നത്. അപ്പം മുൻകാലങ്ങളിൽ പേയ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. അതായത് തരുമെന്ന് പറയാമെന്നല്ലാതെ നമുക്കത് ഫുള്ളായിട്ട് നമ്മളെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. നമ്മളിപ്പം കഴിഞ്ഞ 10-ാം തീയതി ആയിരുന്നു സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്, അതിലാണ് നമ്മൾ കണക്ക് ഏകീകരിച്ചത്. അങ്ങനെയാണ് 160 കോടി എന്നുള്ളത് നമ്മളൊരു എല്ലാ ഡിസ്ട്രിബ്യൂട്ടീവ് വൈസ് കിട്ടിയത്. നമ്മൾ വരുന്ന ആഴ്ച നമ്മൾ ലെറ്റർ മന്ത്രിക്കും നമ്മളെ എല്ലാ ഗവൺമെൻറ് DME ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് സൂപ്രണ്ടുകൾക്കൊക്കെ നമ്മൾ നോട്ടീസ് കൊടുക്കുന്നുണ്ട്. നോട്ടീസ് കൊടുക്കുന്നത് വെച്ചാൽ ഈ എത്രയും പെട്ടെന്ന് ഈ പെൻഡിങ് പരിഹരിക്കാനാണ് നമ്മൾ നോട്ടീസ് കൊടുക്കുന്നത്, ലെറ്റർ കൊടുക്കുന്നത്. AK അഭിലാഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. AK അഭിലാഷ്, ചുരുക്കത്തിൽ വീണ്ടും ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? കുടിശ്ശിക കൂടുകയാണല്ലോ. തീർച്ചയായിട്ടും ഓരോന്ന് കഴിയുമ്പോൾ മറ്റൊരു വലിയ തരത്തിലുള്ള ബാധ്യതകളിലേക്കാണ് ആശുപത്രികൾ പോകുന്നത് എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ 2 വർഷത്തിനിടെ 160 അതായത് 159 കോടി രൂപയുടെ കുടിശ്ശിക ഈ മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്ത വകയിൽ ഇപ്പോൾ വിതരണക്കാർക്ക് നൽകാനുണ്ട് എന്നാണ് അവർ പറയുന്നത്. 90 ദിവസത്തെ ഇടവേളയിലാണ് സാധാരണയിൽ ഇത്തരത്തിലുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ നൽകാറ്. പക്ഷേ ഏതാണ്ട് 6 മാസത്തിനകം തന്നെ ഈ പണം നൽകുകയും ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 വർഷത്തെ കുടിശ്ശിക, അതായത് നേരത്തെ 40 കോടിയുടെ കുടിശ്ശികയാണെങ്കിൽ ഈ വർഷം മാത്രം ഏതാണ്ട് 120 കോടിയുടെ കുടിശ്ശികയുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും മാത്രമായി 65 കോടി രൂപയുടെ കുടിശ്ശികയുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഈ നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ കുടിശ്ശിക തീർത്ത് നൽകണമെന്ന ഒരു ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് 8% മാർജിനിൽ മാത്രമാണ് ഇതിനുള്ളത്. അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിലടക്കം ഏതാണ്ട് 4 ഇരട്ടിയിലേറെ സ്റ്റോക്ക് നൽകേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അതായത് ഇപ്പോൾ പറയുന്ന കുടിശ്ശികയുടെ 4 ഇരട്ടിയോളം സാധനങ്ങൾ ഇപ്പോൾ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമെടുത്ത് കുടിശ്ശിക നികത്തണമെന്നൊരു നിർദ്ദേശം ഇവരുടെ ഭാഗത്തുണ്ടാവുന്നു. ആരോഗ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ് അധികൃതരടക്കം കത്ത് നാളെയോ മറ്റന്നാളോ നൽകുമെന്നുള്ള കാര്യം കൂടിയാണ് ഇവർ പറയുകയും ചെയ്തത്.